ദില്ലി മദ്യനയ കേസിൽ CBI അറസ്റ്റിനെതിരായ ഹൈക്കോടതി വിധിക്കെതിരെ കെജ്രിവാൾ സുപ്രീം കോടതിയിൽ. CBI അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള കെജ്രിവാളിൻ്റെ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിൻ്റെ വിവരങ്ങളുമായി സ്വാതി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സ്വാതി, ഏറ്റവും പ്രധാനപ്പെട്ടത് സിസോദിക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു നീക്കവുമായി കെജ്രിവാൾ രംഗത്തെത്തുന്നത്. എന്തൊക്കെയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ? അജിൻഷാ, CBI അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ട്, അതായത് ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളെ CBI അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി ദില്ലി ഹൈക്കോടതി കഴിഞ്ഞ ദിവസമാണ് തള്ളിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട, ഈ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട CBI അറസ്റ്റിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ വിചാരണ കോടതിയെ സമീപിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കെജ്രിവാൾ സുപ്രീം കോടതിയിൽ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹർജി നൽകിയിട്ടുള്ളത്. ജസ്റ്റിസ് നീന ബൻസാൽ കൃഷ്ണ അധ്യക്ഷനായ ഹൈക്കോടതി ബെഞ്ചായിരുന്നു കഴിഞ്ഞ ദിവസം കെജ്രിവാളിന്റെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് CBI അറസ്റ്റിനെ ശരിവെച്ചത്. എന്തായാലും ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് പറയാനാകില്ലെന്നായിരുന്നു അന്ന് നിരീക്ഷിച്ച ബെഞ്ച് ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് പറയുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും പക്ഷേ ഇതിനകത്ത് ഉള്ള ഒരു നിയമപരമായ നീക്കമെന്നത് ഈ കറപ്ഷൻ നടത്തിയ പണം കണ്ടെത്താത്ത സ്ഥിതിക്ക് ഇതിനകത്ത് അഴിമതിയുടെ എലമെൻറ്റുമായി മുമ്പോട്ട് പോകാനാകില്ല. അതാണ് ED ആദ്യം ഉപയോഗിച്ചത്, പിന്നീട് CBI പിന്നീടാണ് ഉപയോഗിച്ചത്. ഈ ഒരു വാദം നിയമവിദഗ്ധർ നേരത്തെ ഈ കേസ് പുരോഗമിക്കുന്ന വേളയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒരുപക്ഷെ അതായിരിക്കാം ഒരു എഡ്ജായി ഇപ്പോൾ കെജ്രിവാൾ കോടതിയെ സമീപിക്കുന്നതിന് ആധാരമായി നിൽക്കുന്നത്. ആകാം അല്ലേ സ്വാതി? തീർച്ചയായും അജിൻഷാദ്, ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കെജ്രിവാളിന്റെ അഭിഭാഷകനടക്കം കോടതിയിൽ ചൂണ്ടിക്കാണിച്ച ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇത് സംബന്ധിച്ച്, അതായത് ഈ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട കെജ്രിവാളിന്റെ ഇടപെടൽ സംബന്ധിച്ച ഒരു തെളിവ് EDക്കോ CBIക്കോ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എന്നിട്ടും ഇത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കം, EDയുടെ അറസ്റ്റിന് പിന്നാലെ ED ജാമ്യം ലഭിക്കുമെന്ന ഒരു ഘട്ടത്തിലാണ് CBI വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇത്തരത്തിലൊരു നീക്കം രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് എന്ന് ആം ആദ്മി പാർട്ടിയും മാത്രമല്ല കെജ്രിവാളിന്റെ അഭിഭാഷകനും കോടതിയിൽ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയൊന്നും വകവയ്ക്കാതെ ഈ വിഷയം, ഈ ജാമ്യം സംബന്ധിച്ച് ഹൈക്കോടതി ഈ വിഷയം തള്ളുകയായിരുന്നു. വിചാരണ കോടതിയെ സമീപിക്കാൻ വേണ്ടിയായിരുന്നു അന്ന് കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ സിസോദി അടക്കം പുറത്തു വന്നൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം സിസോദിയെ പ്രഖ്യാപിച്ചത് സ്വേച്ഛാധിപതികൾക്കെതിരായ അല്ലെങ്കിൽ ഏകാധിപത്യ സ്വഭാവമുള്ള നമ്മുടെ കേന്ദ്ര സർക്കാരിനെതിരെ എല്ലാവരും ഐക്യത്തോടെ നിന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കെജ്രിവാളിന് പുറത്തിറങ്ങാൻ കഴിയും. തന്നെ 17 മാസത്തിന് ശേഷം. ശരി സ്വാതി സന്തോഷാണ് വിവരങ്ങൾ സമഗ്രമായി നൽകിയത്.